നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് സ്വർണ്ണ നിറത്തിലുള്ള തൊലി വേണം. എല്ലാവർക്കും ആഗ്രഹമാണ് അവരവരുടെ മുഖത്തിൻ്റെ തൊലി നന്നായിരിക്കണം, കൈകാലുകളിൽ നല്ല ഭംഗിയുള്ള തൊലി വേണം, നല്ല എലാസ്റ്റിസിറ്റി ഉള്ളതായിരിക്കണം, ചുളിവുകളില്ലാത്തത്, പാടുകളില്ലാത്ത തൊലി. അതെല്ലാവരുടെയും സ്വപ്നമാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും അവരവരുടെ മുഖം നല്ല ഭംഗിയായിരിക്കണം, പാടുകളൊന്നും പാടില്ല, കറുത്ത പാടുകൾ, ബ്ലെമിഷസ് ഒന്നും പാടില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതിനൊരു എളുപ്പ വഴി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പഴം, അതായത് നമ്മുടെ പൂർത്തിച്ചക്ക, കൈതച്ചക്ക എന്നൊക്കെ പറയുന്നത്. ഈ കൈതച്ചക്ക നമ്മൾ അതിൻ്റെ സീസണിലെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ സീസൺ അല്ലാത്ത സമയം കഴിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ സീസണിൽ അവൈലബിൾ ആകുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തൊലിക്ക് നല്ല വ്യത്യാസമുണ്ടാകും. അതെങ്ങനെയാണ് തൊലിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇത് തൊലിയിൽ മാത്രമല്ല, ഇത് നമ്മുടെ മൊത്തം ആദ്യം ഇത് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുമ്പോൾ ഇത് ഡൈജഷൻ, അത് നമ്മുടെ ദഹനത്തെ വളരെ എൻഹാൻസ് ചെയ്യും, കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കും. അതുപോലെ ഇതിനകത്ത് ഫൈബർ ഉള്ളതുകൊണ്ട് മലം പോകാൻ എളുപ്പമാകും. അതുപോലെ ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് പോലുള്ള ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആഹാരം ഇതിൻ്റെ കൂടെ ആഹാരത്തിൻ്റെ കൂടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈജഷൻ നടക്കും. പിന്നെ അസിഡിറ്റി ഉള്ളവർ ഈ പൂർത്തിച്ചക്ക അതിരാവിലെ ഒന്നും എടുത്ത് കഴിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതും പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ ആഹാരത്തിൻ്റെ കൂടെ ഈ പൈനാപ്പിൾ, അല്ലെങ്കിൽ വൈകുന്നേരം പൈനാപ്പിൾ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ ഈ പൈനാപ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ സ്ലൈസസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്മൂത്തി അടിച്ച് അല്ലെങ്കിൽ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്ത് സാലഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനകത്ത് നിറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കും. ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സി ശരിക്കും പറഞ്ഞാൽ ഈ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ഈ കൊളാജൻ വേണം, നമ്മുടെ തൊലിയിലെല്ലാം കൊളാജൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആളുകൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, കൊളാജൻ വാങ്ങിച്ച് കഴിക്കും സ്കിന്നിന്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നല്ലതും നാച്ചുറലും ആയിട്ടുള്ളതാണ് ഈ പൈനാപ്പിൾ. നിങ്ങൾ കഴിച്ചു നോക്കും, നാച്ചുറലായിട്ടുള്ള വൈറ്റമിൻ സി കിട്ടും, കൊളാജൻ കിട്ടും, ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, ഫ്ലാവനോയിഡ്സ്. ഇത് മാത്രമല്ല, ഇത് ഈ വൂണ്ട് ഹീലിങ്ങിന് നല്ലതാണ്. അതുകൊണ്ട് ഈ തൊലിയിലൊക്കെ നമുക്ക് എപ്പോഴും വൂണ്ട്സ് വരാം, ചെറിയ കുരുക്കൾ വരാം, ഇതെല്ലാം വരുന്നുണ്ട്. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ചെറിയ ഇഞ്ചുറീസ് വരുന്നുണ്ട് നമ്മുടെ തൊലിയിലല്ല, കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും മുഖത്തൊക്കെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാച്ചുറൽ നമ്മുടെ രീതി അനുസരിച്ച് അവിടെ ഒരു ചെറിയൊരു ഫൈബ്രോസിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്രോസസ് ഒക്കെ നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു സ്കാർ ടിഷ്യൂ ഉണ്ടാവും, ചെറിയ മങ്ങലോടുകൂടി അത് കാണാം. അത് ചിലപ്പോൾ ചിലരിൽ അങ്ങ് കറുത്ത് വരും. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കാനും അത് ഹീൽ ചെയ്യാനും ഒക്കെ ഈ നമ്മുടെ പൈനാപ്പിളിന് പകരമായ ശക്തിയുണ്ട്. ഇതിനകത്ത് പലതും അടങ്ങിയിട്ടുണ്ട്. ഈ ബ്രോമലൈൻ എന്നൊക്കെ പറഞ്ഞൊരു വസ്തു ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ പ്രതിരോധ ശക്തിക്കൊക്കെ പ്രോട്ടീൻസ് വേണം. പ്രതിരോധ ശക്തി ഉണ്ടാകാനാണെങ്കിലും എന്ത് സാധനം ഉണ്ടാക്കാനാണെങ്കിലും പ്രോട്ടീൻസ് നമുക്ക് വേണം. നമ്മുടെ മസിൽസ് ഉണ്ടാക്കാനാണെങ്കിലും നമ്മുടെ തൊലിയിൽ മസിൽസ് ഉണ്ട്. ഇറക്ടർപൈലി എന്ന് പറഞ്ഞിട്ട് തൊലി ഇങ്ങനെ വലിച്ചു നിർത്തുന്നത് ഇറക്ടർപൈലി എന്ന് പറയുന്ന ചെറിയ കുഞ്ഞു മസിൽസാണ്. അപ്പോൾ ഈ മസിൽസ് ആക്റ്റീവ് അല്ലെങ്കിൽ തൊലി വലിഞ്ഞു പോകും, വയസ്സായി പോകും. അതാണ് വയസ്സായ ആൾക്കാരിൽ തൊലി ചുളുങ്ങുന്നതിൻ്റെ കാരണം ആ മസിൽസ് വീക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഈ മസാജിനുമൊക്കെ പോകുന്നത്. മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്യുപ്രഷറൊക്കെ ചെയ്യുമ്പോൾ ഈ ഇറക്ടർ പൈലോറി മസിൽസിനെ നല്ല സ്ട്രോങ് ആക്കി എടുക്കുമ്പോൾ തൊലിയുടെ വലിച്ചിൽ കുറയും. അപ്പോൾ തൊലി നല്ല ടൈറ്റായിട്ടിരിക്കും, നല്ല ഭംഗിയായിരിക്കും, ഷൈനിങ്ങാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന പല ഘടകങ്ങളും ഈ പൈനാപ്പിളിലുണ്ട്. ബ്രോമലൈൻ അതിലൊരെണ്ണമാണ്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറ്ററി ഫൈബർ ഉള്ളതുകൊണ്ട് മലം ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല, മലം നന്നായിട്ട് പോകും. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, കാലറീസ് കുറവാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ സ്ലൈസ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പൈനാപ്പിളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും, ഈസി ആയിട്ട് കഴിക്കാം. പഴുത്തത് തന്നെ കഴിക്കണം. പുളി കുറഞ്ഞ് മധുരം കൂടി വരുന്ന പഴുത്ത പൈനാപ്പിൾ വേണം കഴിക്കാൻ. അപ്പോൾ ആ മഞ്ഞ നിറം നല്ല രീതിയിൽ വരുന്ന പൈനാപ്പിൾ വേണം ഇത് കഴിക്കാൻ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ പച്ച പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വരും. പക്ഷെ അതിനേക്കാളും ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത് ഈ പഴുത്ത പൈനാപ്പിളിലാണ്. അപ്പോൾ പഴുത്ത പൈനാപ്പിൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതേപോലെ നമ്മുടെ എല്ലിൻ്റെ ബലം കൂട്ടും. ഇതിനകത്ത് നിറച്ച് മാഗ്നീസ് ഉള്ളതുകൊണ്ട് എല്ലിന് നല്ല ബലം കിട്ടും. അതുകൊണ്ട് പല സാധനങ്ങൾ, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ സന്ധിവേദനയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ വേദന നല്ല രീതിയിൽ കുറയും. ഈ ബ്രോമലൈൻ എന്ന് പറഞ്ഞ സാധനം ഇൻഫ്ലമേഷൻ അത് പെട്ടെന്ന് അത് ഹീൽ ചെയ്യാനും
അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ റൂമാറ്റിസം ഉള്ളവരിൽ പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ പുളിപ്പുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചുള്ള എഫക്റ്റാണ്. അത് കൂടും, പെട്ടെന്ന് കൂടും. കാരണം പുളിപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടും. വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഒരു പുളിപ്പ് ഉള്ള സാധനമാണ്, ഇമ്മ്യൂണിറ്റി കിട്ടുന്ന സാധനമാണ് വൈറ്റമിൻ സി. അപ്പോൾ എല്ലാവരും മിതമായിട്ട് കഴിച്ചാൽ, ഇപ്പോൾ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ദിവസവും ഓരോ പൈനാപ്പിൾ വീതം വാങ്ങിച്ച് കഴിക്കരുത്. എല്ലാം മിതമായിട്ട് കഴിക്കുക. മറ്റാഹാരത്തിൻ്റെ കൂടെ കുറച്ച് കഴിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ലിമിറ്റുണ്ട്. അപ്പോൾ ആ ലിമിറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സാലഡ്സ് ആയിട്ടോ ജ്യൂസ് ആയിട്ടോ സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ സ്ലൈസസ് ആക്കിയോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ കണ്ണിന് നല്ലതാണ്. കാരണം ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, ബീറ്റ കരട്ടിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇത്രയും ഗുണങ്ങളുള്ള ഈ പൈനാപ്പിൾ നമ്മൾ കഴിക്കണം. അതിൻ്റെ സീസണായ കഴിവതും എല്ലാ ദിവസവും പൈനാപ്പിൾ വാങ്ങിച്ച് കഴിക്കുക. വിലയും കുറവാണ്, അതേസമയം ഗുണം വളരെ അധികവും. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.